നമസ്കാരം, എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ +1 തുല്യതാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പഠിതാക്കളും നിർബന്ധമായും കണ്ടിരിക്കേണ്ടതും പഠിച്ചു പോകേണ്ടതുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ആയിട്ട് ചോദിച്ച മുൻകാലങ്ങളിൽ ചോദിച്ച പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. കൃത്യമായിട്ട് നിങ്ങൾ ഈ ക്ലാസ് കാണുകയും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തു വെക്കുകയും അതനുസരിച്ച് നിങ്ങൾ പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് A+ എന്ന് പറയുന്ന കടമ്പ കടക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് +1 ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്റർ മുതൽ 9ാമത്തെ ചാപ്റ്റർ വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതിനു മുൻപ് നമ്മൾ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലെ, അതായത് 1ാമത്തെ പാർട്ടിലെ ചോദ്യങ്ങളെ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 2 വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് തീർച്ചയായും ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് തുടരാം. 1ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ 2 ചോദ്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത്. അതിൽ 1ാമത്തെ ചോദ്യം ഡാറ്റ ക്ലാസിഫിക്കേഷൻ ആണ്. ഡാറ്റ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ ഡാറ്റകളെ പ്രധാനമായും തുടക്കത്തിൽ രണ്ടായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്, രണ്ടാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ഇവിടെ ചോദ്യം നിങ്ങൾക്ക് വരുന്നത് താഴെ തന്നിരിക്കുന്നവയെ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ഗുണാത്മകം, പരിമാണാത്മകം അല്ലെങ്കിൽ ഗുണാത്മകം, അളവ് പരം എന്നിങ്ങനെ തരംതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ക്ലാസിഫൈ ദ ഫോളോവിങ് ഇൻ ടു ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നിങ്ങനെ തരംതിരിക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ രണ്ടിൻ്റെയും എക്സാമ്പിൾസ് ആണ് തരുന്നത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ എക്സാമ്പിൾസ് തരും, ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ എക്സാമ്പിൾസ് തരും. ഈ 2 എക്സാമ്പിൾസും 2 കോളം ഉണ്ടാക്കിയിട്ട് ക്വാളിറ്റേറ്റീവ് എന്ന ഹെഡിങ് കൊടുക്കുക, ക്വാണ്ടിറ്റേറ്റീവ് എന്ന ഹെഡിങ് കൊടുക്കുക, 2 ഹെഡിങ് എഴുതിയിട്ട് 2 കോളത്തിലായിട്ട് തരംതിരിക്കുക. 3 മാർക്ക് വരെ വരുന്ന ചോദ്യമാണ്. 2ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്. 100% ഗ്യാരണ്ടി ഉള്ള ഈ ചാപ്റ്ററിലെ ഒരേ ഒരു ചോദ്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 4 മാർക്കിനാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ്, എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദ്യം. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികം, അതിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദ്യം. 4 മാർക്കിന്റെ ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ആ ചോദ്യത്തിനാണ്. 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, അതായത് എക്കണോമിക്സ് പരീക്ഷയ്ക്ക്, ഈ വർഷത്തെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് 8 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് പ്രൈമറി ഡാറ്റ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതായത് സോഴ്സസ് ഓർ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഒരു ചോദ്യം അതാണ് 4 മാർക്കിന്റെ. മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ നമുക്കറിയാം. പേഴ്സണൽ ഇന്റർവ്യൂയിലൂടെയും അതുപോലെ തന്നെ ടെലിഫോണിക് ഇന്റർവ്യൂയിലൂടെയും മെയിൽഡ് ക്വസ്റ്റ്യനറിലൂടെയൊക്കെ നമുക്ക് ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 മെത്തേഡുകൾ ഉണ്ട്. 3 മെത്തേഡുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ ചോദിക്കുന്ന 2 മാർക്ക് 3 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും താരതമ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ എന്ന് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് ചോദിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രീ ടെസ്റ്റിംഗ് സർവേക്ക് പറയുന്ന പേരാണ് പൈലറ്റ് സർവേ. പ്രീ ടെസ്റ്റിംഗ് സർവേ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുൻപ് നടത്തുന്ന സാങ്കല്പിക സർവേക്ക് പറയുന്ന പേരാണ് പൈലറ്റ് സർവേ. പ്രീ ടെസ്റ്റിംഗ് സർവേ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ചിലപ്പോൾ എന്തിനാണ് ഈ പൈലറ്റ് സർവേ നടത്തുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ 2 മാർക്കിന് എനിക്ക് തോന്നുന്നു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഇറ്റ് ബ്രിങ് അബൌട്ട്
പ്രോബ്ലംസ് വിച്ച് ക്യാൻ ബി അറ്റൻഡഡ് ബിഫോർ ദ ലാർജ് സ്കെയിൽ സർവേ, അതായത് ഇതിലെ പ്രോബ്ലങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ആക്ച്വൽ സർവേ നടത്തുന്നതിന് മുൻപ് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയാൻ, എത്ര ചെലവ് വരുമെന്ന് മനസ്സിലാക്കാൻ, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തിനാണ് ഇത് നടത്തുന്നത് എന്ന് പറയുന്ന ചോദ്യ ഭാഗത്തുള്ളത്. അതുപോലെ മറ്റൊരു ചോദ്യം സെൻസസ് മെത്തേഡും അതുപോലെ സാമ്പിൾ മെത്തേഡും എന്താണെന്ന് ചോദിക്കും. സെൻസസ് സർവേയും സാമ്പിൾ സർവേയും 2 അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സെൻസസ് സർവേ, സാമ്പിൾ സർവേ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് സാമ്പിളിങ്ങിൻ്റെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, നോൺ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. സാമ്പിളിങ്ങിൻ്റെ വിവിധ തരങ്ങൾ, മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, അതാണ് സാമ്പിളിങ്ങിൻ്റെ വിവിധ തരങ്ങൾ. റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. റാൻഡം സാമ്പിളിങ്ങിനെ വീണ്ടും 2 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ലോട്ടറി മെത്തേഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, 1 വേർഡോ 2 മാർക്കിനോ ചോദിക്കുന്നതാണ്. സാമ്പിളിംഗ് എറർ എന്താണെന്ന് ചോദിക്കും. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് സാമ്പിളിംഗ് മെത്തേഡിന്റെ, അതായത് ആക്ച്വൽ വാല്യൂവും അതുപോലെ തന്നെ സാമ്പിൾ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസമാണ് സാമ്പിളിംഗ് എറർ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, എത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 3ാമത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ഇതും 8 മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ്. 3ാമത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഇവിടെ ഡാറ്റകളെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, അതായത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. നമുക്കറിയാം ഡാറ്റകളെ പ്രധാനമായും 4 ടൈപ്പായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ അഥവാ സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ, 2ാമത്തേത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, 3ാമത്തേത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, 4ാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രമായ തരംതിരിവ് അല്ലെങ്കിൽ സ്ഥലപരമായ തരംതിരിവ്, സ്ഥലം അനുസരിച്ചുള്ള തരംതിരിവ്. 2ാമത്തേത് കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ്, ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ്. 3ാമത്തേത് ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗുണപരമായ തരംതിരിവ്. 4ാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അളവുപരമായ തരംതിരിവ്. ഇത് എന്താണെന്ന് വിവരിക്കാനാണ് സാധാരണ ഈ ചോദ്യം വരിക. 4 മാർക്കിന്റെ ചോദ്യമാണ്. അതുപോലെ കണ്ടിന്യൂസ് സീരീസ്, കണ്ടിന്യൂസ് വേരിയബിളും അതുപോലെ ഡിസ്ക്രീറ്റ് വേരിയബിളും ജസ്റ്റ് ഒന്നും നോക്കിപ്പോയാൽ മതി. അവിടെ സീരീസുകളുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്, ഇൻഡിവിജ്വൽ സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, അതൊക്കെ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കും. ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കും. ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ്. അത് എക്സ്ക്ലൂസീവ് മെത്തേഡ് ഉപയോഗിച്ച് ക്ലാസ്സുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് മെത്തേഡ് ഉപയോഗിച്ച് ക്ലാസ്സുകൾ ഉണ്ടാക്കാനോ ചോദിക്കും. അത് 5 മാർക്കിന്റെ ചോദ്യമാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 3 കോളം വരച്ചിട്ട് ഫസ്റ്റ് കോളത്തിൽ ക്ലാസ്സുകൾ ഉണ്ടാക്കും, സെക്കൻഡ് കോളത്തിൽ നമ്മൾ ടാലി മാർക്ക് അടയാളപ്പെടുത്തും, തേർഡ് കോളത്തിൽ ഫ്രീക്വൻസി അതായത് ആവൃത്തി, ആ ടാലി മാർക്ക് നമ്മൾ എണ്ണിക്കൊണ്ട് അതിന്റെ എണ്ണം എത്രയാണെന്ന് ആവൃത്തിയിൽ എഴുതി വെക്കും. അതാണ് 3 കോളം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്. അത് തന്നെയാണല്ലോ എളുപ്പം എന്ന് പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും അത് വളരെ 5 മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് മുൻകാലങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. മറ്റൊരു ചോദ്യം ഇവിടെ വരുന്നത് 4 മാർക്കിന്റെ ചോദ്യം, കൺവേർഷൻ ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ഇൻടു എക്സ്ക്ലൂസീവ് ക്ലാസ് എന്നുള്ളതാണ്. അതായത് ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കാൻ വേണ്ടി ചോദിക്കും. അതായത് ഇൻക്ലൂസീവ് ക്ലാസിന്റെ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറച്ചിട്ട് അപ്പർ ലിമിറ്റ് നമ്പറിലേക്ക് ആ 0.5 കൂട്ടിക്കൊടുക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ക്ലാസിന്റെ ഉയർന്ന പരിധി ആ ക്ലാസ്സിൽ തന്നെ അടങ്ങുന്നതാണ് ഇത് ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ഉയർന്ന പരിധി തൊട്ടടുത്ത താഴ്ന്ന ക്ലാസിന്റെ താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് താഴ്ന്ന പരിധിയായിട്ട് വരുന്നതാണ് എക്സ്ക്ലൂസീവ് ക്ലാസ്.
ഇതൊക്കെ നമ്മൾ ഭംഗിയായിട്ട് നമ്മുടെ മുൻപത്തെ വീഡിയോകളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാൻ മറക്കണ്ട. പഴയതാണെന്ന് വിചാരിച്ച് കാണാൻ മറക്കണ്ട, കാണാൻ മടിച്ചിരിക്കണ്ട. ഇതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട വൺ വേർഡ് ഭാഗങ്ങളുണ്ട്. എന്താണ് ക്ലാസ് ലിമിറ്റ് എന്ന് ചോദിക്കും. ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് പരിധിയാണ്. അതായത് 10, 20 എന്ന് പറയുന്ന ക്ലാസ്സിന് രണ്ട് പരിധികളുണ്ട്. ഒന്ന് 10 ആണ്, മറ്റൊന്ന് 20 ആണ്. ആ രണ്ട് പരിധിയിൽ 10 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ആണ്, 20 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആണ്. താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയും. 10 താഴ്ന്ന പരിധി, 20 ഉയർന്ന പരിധിയാണെന്ന് മനസ്സിലാക്കുക. ക്ലാസ് ഇന്റർവെൽ എന്താണെന്ന് ചോദിക്കും. ഒരു വൺ വേർഡിൽ നമുക്കൊരു ക്ലാസ് തന്നിട്ട് ആ ക്ലാസ് ഇന്റർവെൽ ഏതാണെന്ന് ചോദിച്ചാൽ എങ്ങനെ കാണുക? 100 to 200 എന്ന് പറയുന്ന ഒരു ക്ലാസ് തന്നിട്ട് അതിന്റെ ഇന്റർവെൽ ഏതാണെന്ന് ചോദിച്ചാൽ 100ഉം 200ഉം തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? അതായത് 200 - 100 ആണ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 100ൽ നിന്ന് 200ലേക്കുള്ള ദൂരമാണ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ആൻസർ 100 ആണ് കിട്ടുക. അതുപോലെ ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്താണ്? ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത് ലോവർ ലിമിറ്റിനെ അല്ലെങ്കിൽ താഴ്ന്ന പരിധിയെ ഉയർന്ന പരിധി കൊണ്ട് അപ്പർ ലിമിറ്റ് കൊണ്ട് കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് L plus U by 2, L plus U by 2. അതിന് ഞാൻ കൊടുക്കുന്ന സമവാക്യം L plus U by 2 എന്നുള്ളത് L എന്ന് പറഞ്ഞാൽ ലവ്, യു എന്ന് പറഞ്ഞാൽ ലവ് യു ബൈ 2, ലവ് യു 2 എന്നാക്കുക. ലവ് യു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലാസ് മിഡ് പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് കിട്ടും. അവിടെ L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ആണ്, യു എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആണ്. അപ്പൊ ലവ് യു നായി, ബൈ 2 എന്നുള്ളത് ലവ് യു 2 നാക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ക്ലാസ് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ക്ലാസ് മിഡ് പോയിന്റ് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കാൻ ചോദിക്കും. കൺവേർഷൻ ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ഇൻടു എക്സ്ക്ലൂസീവ് ക്ലാസ്, ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കാൻ വേണ്ടി ചോദിക്കും. അതുപോലെ ക്ലാസ് ലിമിറ്റ് എന്താണ്, ക്ലാസ് ഇന്റർവെൽ എന്താണ്, ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്താണ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഡാറ്റകളെ നമ്മൾ എങ്ങനെയൊക്കെ തരംതിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. മറ്റൊരു ചാപ്റ്റർ 4ാമത്തെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ 8 മാർക്ക് തന്നെ ഈ ഒരു ചാപ്റ്റർ ഒന്ന് ചോദിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഇവിടെ ഡാറ്റകളെ ഏതെല്ലാം തരത്തിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഡാറ്റകളെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പ്രധാനമായും നമ്മൾ 3 മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ, രണ്ടാമത്തെ ടാബുലർ പ്രസന്റേഷൻ, മൂന്നാമത്തേത് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ. അപ്പോൾ ചിലപ്പോൾ ഇത് നമുക്ക് ഒരു ചാർട്ട് പോലെ തന്നിട്ട്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന ഹെഡിങ് തന്നിട്ട് താഴേക്ക് ഇങ്ങനെ ചാർട്ട് രൂപത്തിൽ തരും. അതിൽ ഒന്ന് ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ എഴുതിയിട്ടുണ്ടാവും, ടാബുലർ പ്രസന്റേഷൻ വിട്ടിട്ടുണ്ടാവും, അതുപോലെ ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ട രീതിയിലൊക്കെ ഇത് 4 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഓരോന്നും വിവരിക്കാൻ വേണ്ടി ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നേരെ മറിച്ച് ടാബുലർ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഡാറ്റകളെ നമ്മൾ പട്ടിക രൂപത്തിൽ അവതരിപ്പിക്കുന്നത് 4 തരത്തിലാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഏതാ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ളത് തന്നെയാണ്. ഒന്ന് സ്പാഷ്യൽ ആണ്, രണ്ടാമത്തേത് ക്രോണോളജിക്കൽ ആണ്, മൂന്നാമത്തേത് ക്വാളിറ്റേറ്റീവ് ആണ്, നാലാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ പരീക്ഷയ്ക്കൂടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 മാർക്ക് വരെ ചോദിക്കുന്ന ചോദ്യമാണ് പാർട്സ് ഓഫ് എ ടേബിൾ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മോഡൽ എക്സാമിന് അത് 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷെ അത് 4 മാർക്കിന് ഒരു ചോദ്യമാണ്. പാർട്സ് ഓഫ് എ ടേബിൾ, ഒരു ടേബിളിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 8 എണ്ണം ഉണ്ട്. അത് അതിൻ്റെ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ രൂപം വരച്ചിട്ടാണ് നിങ്ങൾ അത് പഠിക്കേണ്ടത് കേട്ടോ. ടേബിളിന്റെ രൂപം വരച്ചിട്ടാണ് പഠിക്കേണ്ടത് പാർട്സ് ഓഫ് എ ടേബിൾ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ടേബിളിന്റെ രൂപമാണ്, ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ടേബിളിന്റെ രൂപമാണ് തരുന്നത്. മുൻകാലങ്ങളിലൊക്കെ അതിങ്ങനെ താഴേക്ക് പോയിന്റ് ആയിട്ട് തന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടിട്ടുണ്ടാകും. ആ വിട്ട ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. എന്തായാലും 8 പോയിന്റുകളുണ്ട്. ഒന്ന് ടേബിൾ നമ്പർ ആണ്, രണ്ടാമത്തെ ടൈറ്റിൽ ആണ്, മൂന്നാമത്തേത് ഹെഡ് നോട്ട് ആണ്, നാലാമത്തെ സ്റ്റെപ്പ് ആണ്, 5 ബോക്സ് ഹെഡ് ആണ്, 6 ബോഡി അല്ലെങ്കിൽ ഫീൽഡ് ആണ്, 7 ഫുട് നോട്ട് ആണ്, 8 സോഴ്സ് നോട്ട് ആണ്. അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. അതിലൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, എടുത്ത് കാണുക.
കാണാൻ മറക്കണ്ട. ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് ഡാറ്റകളെ നമ്മൾ ചിത്ര രൂപത്തിൽ എങ്ങനെയൊക്കെ അവതരിപ്പിക്കാം. ഡാറ്റകളെ പ്രധാനമായും 3 രീതിയിലാണ് ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. ഒന്ന് ജോമെട്രി ഡയഗ്രാം, രണ്ടാമത്തേത് ഫ്രീക്വൻസി ഡയഗ്രാം, മൂന്നാമത്തേത് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് ആണ്. ജോമെട്രി ഡയഗ്രത്തെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു, ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം. ഇവിടെ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ വീണ്ടും അതിനെ നമ്മൾ 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ബാർ ഡയഗ്രത്തെ സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കമ്പോണന്റ് ബാർ ഡയഗ്രാം, പെർസെന്റേജ് ബാർ ഡയഗ്രാം. ഇതിൽ പെർസെന്റേജ് ബാർ ഡയഗ്രാം അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഇതിൽ ഈ ബാർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സിമ്പിൾ ബാർ ഡയഗ്രാം മാത്രമാണ്. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. അതുപോലെ തന്നെ ഇതില് ജോമെട്രി ഡയഗ്രത്തിൽ ചോദിക്കുന്ന രണ്ടാമതൊരു ചോദ്യമാണ് നമ്മുടെ പൈ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. പൈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. പൈ ഡയഗ്രാം വരയ്ക്കാൻ മിക്കവാറും നമുക്ക് തരുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പെർസെന്റേജിലായിരിക്കും, ശതമാനത്തിലായിരിക്കും. ശതമാനത്തിലുള്ള സംഖ്യയെ പിന്നെ നമ്മൾ വീണ്ടും ശതമാനമാക്കി കാണേണ്ടതില്ല. അപ്പൊ നമ്മൾ അതിന്റെ കോണളവ് ആംഗിൾസ് കണ്ടാൽ മതി. ആംഗിൾസ് കാണാൻ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ സംഖ്യകളെ 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഫ്രീക്വൻസി ഡയഗ്രത്തിലേക്ക് പോകും. ഫ്രീക്വൻസി ഡയഗ്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഡയഗ്രാമുകളുണ്ട്. ഒന്ന് ഹിസ്റ്റോഗ്രാം ആണ്, രണ്ടാമത് ഫ്രീക്വൻസി പോളിഗൺ ആണ്, മൂന്നാമത്തത് ഒജീവ് ആണ് അല്ലെങ്കിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ആണ്. ഹിസ്റ്റോഗ്രാം വരച്ച് മോഡ് കാണാൻ വേണ്ടി പരീക്ഷയിൽ ചോദിക്കും. 4 മാർക്കിന്റെ ചോദ്യമാണ്. ഹിസ്റ്റോഗ്രാം വരച്ച് മോഡ് കാണുക. ഇതൊക്കെ നമ്മുടെ ചാനലിൽ ഇതിന്റെ വീഡിയോകൾ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ, മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പഴയതാണ് അത് കാണണ്ട എന്ന് വിചാരിച്ചിരിക്കരുത്. പഴയത് തന്നെയാണ് വീണ്ടും പഠിക്കാനുള്ളത്. അതുകൊണ്ട് അത് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ പഠിക്കണം. ഫ്രീക്വൻസി പോളിഗൺ പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കർവ് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ഒജീവ് നിർബന്ധമായിട്ടും പഠിച്ചോ. ഒജീവ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരിലാണ് ആ ചോദ്യം വരുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നാണ് ചോദ്യം വന്നത്. ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി, മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി വരയ്ക്കുക, എന്നിട്ട് അതിന്റെ മീഡിയൻ അളന്നെഴുതുക എന്നാണ് ചോദ്യം വന്നിരുന്നത്. അത് തന്നെയാണ് ഒജീവ്. 5 മാർക്കിന്റെ ചോദ്യമാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും നിങ്ങൾ അത് വിട്ടുകളയരുത്. ഓക്കെ മക്കളെ, അപ്പോ ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇത് ലെങ്ത് കൂടി പോകുന്നു. അതുകൊണ്ടാണ് അടുത്ത ചാപ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകരിക്കുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്ത് തൊട്ട് അടുത്ത് തന്നെ കാണുന്ന ബെല്ലൊന്ന് എനേബിൾ ചെയ്തു വെക്കുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. പിന്നെ മാക്സിമം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്രദമായുള്ള വീഡിയോ ആണെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ താല്പര്യം കാണിക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.